യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് മനോഹരമായ ഒരു സാക്ഷ്യം കേൾക്കാം. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം. ഓരോ കുഞ്ഞും ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുന്ന മാലാഖമാര. എത്ര ദാഹിച്ചു മോഹിച്ചാണ് കുഞ്ഞുങ്ങളെ ദൈവം നൽകി അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഗർഭത്തിലായ കുഞ്ഞ് ശാരീരിക വൈകല്യമുണ്ട്. സ്കാനിങ്ങിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഹൃദയം തകർന്നു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം. പക്ഷെ ആ മാതാപിതാക്കന്മാർ അതിന് തയ്യാറായില്ല. എന്ത് വൈകല്യമുണ്ടെങ്കിലും ആ അവസ്ഥയിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ആ മാതാപിതാക്കൾ തയ്യാറായി. അവർ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ഏകദിന കൺവെൻഷനിൽ കൂടി ധ്യാനത്തിലൊക്കെ വന്ന് പങ്കെടുത്തു. ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനമുണ്ടായി. അങ്ങനെ അത്ഭുതമായിട്ട് ദൈവം തൊട്ട, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ദൈവം തൊട്ട ഈ കുഞ്ഞിൻ്റെ മനോഹരമായ സാക്ഷ്യം നമുക്ക് കാണാം. നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൾറിൻ. എൻ്റെ ഭാര്യയുടെ പേര് ഹസീന. എൻ്റെ ഭാര്യയുടെ അമ്മച്ചിയാണത് സിസിലി. എൻ്റെ മൂത്ത മകൻ ഡിയോവോൾ. രണ്ടാമത്തെ 3 മാസം കഴിഞ്ഞിട്ടുള്ള അത്ഭുത ശിശു എന്ന് തന്നെ പറയാം, ക്രിസ്റ്റോ ആൾറിൻ. എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെരിങ്ങോട്ടുകര എന്ന ദേശത്ത് പുത്തൻ പീടിക ഇടവകയിൽ നിന്ന് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾക്ക്
ഈ സാബു ബ്രദറിൻ്റെ ധ്യാനത്തിൽ ഒരുപാട് ധ്യാനങ്ങൾക്ക് ഞങ്ങൾ പങ്കെടുക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹമായ ആ കരസ്പർശം, അനുഗ്രഹത്തിൻ്റെ ആ വർഷങ്ങൾ ഞങ്ങൾക്ക് വിതറി. എൻ്റെ ഭാര്യ 3 മാസം പ്രഗ്നൻ്റായിരുന്നപ്പോൾ ഞങ്ങൾ സ്കാനിങ്ങിന് സൈമർ എന്ന എറണാകുളത്തെ ഹോസ്പിറ്റലുകളിൽ ഈ ഗർഭശിശുക്കളുടെ കുറവുകൾ ചെക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ സ്കാനിങ്ങിന് വിധേയമായപ്പോൾ സ്കാനിങ്ങിൽ ആ കൊച്ചിന് ഒരുപാട് കുറവുകളാണ് ആ സ്കാനിങ്ങിൽ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. വളഞ്ഞിട്ടുള്ള, നട്ടലില്ലാത്ത അവസ്ഥയില്ല, നട്ടൽ വളഞ്ഞ അവസ്ഥ, നട്ടൽ നീളം കുറഞ്ഞ അവസ്ഥ, മന്ദബുദ്ധി എന്നും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാം. കാരണം സെറിബ്രം കംപ്ലൈൻറ്റ്, ലങ്സിൻ്റെ കംപ്ലൈൻറ്റ്, ചെവികൾക്ക് കംപ്ലൈൻറ്റ്, ഹാർട്ടിന് കംപ്ലൈൻറ്റ്, കിഡ്നിക്ക് കംപ്ലൈൻറ്റ്, കാലിന് എല്ലില്ലാത്തൊരവസ്ഥ. ഇത് എല്ലാതും സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് ഡോക്ടർ വിശദമായി തന്നു. വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നീക്കം ചെയ്യാൻ പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഒന്ന് കേട്ടപ്പോൾ ഒന്ന് ഷോക്ക് തന്നെയായി. പക്ഷേ നമ്മളുടെ ദൈവം, നമ്മളുടെ കൂടെ ജീവിക്കുന്ന ദൈവം ഒരു കുഞ്ഞിന് ജീവൻ നൽകിയപ്പോൾ ആ കുഞ്ഞിനെ തിരസ്കരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ നിമിഷം ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞു, വളരെ റിസ്കിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കാരണം മൂത്ത മകൻ ഈ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ കൊച്ച് അവൻ്റെ കൺട്രോൾ പോകും. കാരണം അവൻ വേറൊരു ഷോക്കാവും. കാരണം ഈ മകൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, കാരണം മകൻ തിരിയില്ല, കാരണം മന്ദബുദ്ധിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് വളരെ വിശദമായിട്ട് ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചു. ഇതിന് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ, വേറെ ഹോസ്പിറ്റലുകൾ പോയിട്ട് എന്തെങ്കിലും ഈ ഗർഭശിശുക്കളെ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, യാതൊരു കാരണവശാലും ഇങ്ങനത്തെ ഒരു ശിശുക്കൾ 1,00,000-ൽ 1-2 ശിശുക്കൾ ഉണ്ടാകുന്നതിൽ വളരെ അപൂർവമായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ അസുഖങ്ങളും കുറവുകളും ഉണ്ടാകുന്നത്. വളരെ അപൂർവം തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കൊച്ചിനെ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി വരുന്നുള്ളൊരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു നൽകിയൊരു കുഞ്ഞിനെ പലപ്പോഴും നമ്മളുടെ ഈ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ മക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്ന് ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. ആ കുഞ്ഞിനെ ഞങ്ങൾ എന്തു തന്നെയായി കഴിഞ്ഞാലും വളർത്തുന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അവരുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, യാതൊരു കാരണവശാലും ഞങ്ങൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയില്ല, ഞങ്ങൾ വളർത്താൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ വീണ്ടും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് 2 മാസം കൂടി സമയമുണ്ട്. 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അബോർട്ട് ചെയ്യാൻ, നീക്കം ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ഈ പറഞ്ഞതൊന്നും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അത്രയും സീരിയസ് സിറ്റുവേഷനിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ പീഡിയാട്രീഷ്യൻ കുട്ടികളെ നോക്കുന്ന വേറെ ഡോക്ടറെ അടുത്ത് ഞങ്ങളെ സമീപിച്ചു, ഞങ്ങളെ സംസാരിപ്പിച്ചു. ആളും വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് പറഞ്ഞത്. കാരണം എൻ്റെ മൂത്ത മകൻ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ അരോചകമാവും. അപ്പോൾ നിങ്ങൾ അതിന് മുതിരണ്ട എന്നാണ് പറഞ്ഞത്. 3ാമത് ഞങ്ങൾ സ്കാനിങ്ങിൽ പോയപ്പോൾ, 5-ാം മാസം സ്കാനിങ്ങിൽ പോയപ്പോൾ ഈ കുറവുകൾ കൂടിയതല്ലാതെ കുറവ് ഒന്നുമില്ല. കാരണം ഈ സ്കാനിങ്ങിൽ പഴയ റിസൾട്ടിനേക്കാളും വളരെ ബുദ്ധിമുട്ടും കുറവുകൾ കൂടുതലും തന്നെയാണ് അടുത്ത സമയം ഞങ്ങൾ കണ്ടിരുന്നത്, 5-ാമത്തെ മാസം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വീണ്ടും ഈ സെയിം ഡോക്ടേഴ്സ് പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വാസ്തവത്തിൽ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടിയാണ്. കാരണം ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഞങ്ങൾ പിൻവലിക്കുക എന്നുള്ള ഒരു ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ശപഥം ചെയ്തു. മീൻസ് ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ആ കുഞ്ഞിനെ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കില്ല എന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ ദൈവഭക്തിയിൽ, ദൈവപ്രാർത്ഥനയിൽ ഞങ്ങൾ ചേർന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഡോക്ടറുടെ മുന്നിൽ വളരെ പുഞ്ചിരിയോടാണ് നിന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു, ഡോക്ടേഴ്സും മറ്റുള്ള നേഴ്സസും. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിതിൻ്റെ സീരിയസ് സിറ്റുവേഷൻസ് അറിയാം. പക്ഷേ എന്ത് തന്നെ കഴിഞ്ഞാലും ഞങ്ങൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ ചാട്യം പിടിച്ചു. അങ്ങനെ അവർ പലപ്പോഴും പല പ്രാവശ്യമായി ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങളെ കണ്ടുമുട്ടിയിരുന്ന എല്ലാ വ്യക്തികളും ഇത് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കുഞ്ഞിനെ എത്രയും, കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടു നടക്കുന്നത് വളരെ റിസ്ക്കാണ് എന്നാണ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു, ഇന്നും ജീവിക്കുന്ന യേശു ഞങ്ങൾക്ക് അത്ഭുതം നൽകുന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ സാബു ബ്രദറിൻ്റെ നിമിത്തം, സാബു ബ്രദർ ദൈവശബ്ദം 2015 തൃശ്ശൂർ മൈതാനത്ത് 10,000ങ്ങളുടെ നടുവിൽ ആ പ്രഘോഷണം നടത്തുമ്പോൾ ഏകദേശം ആ സമയത്താണ് ഞങ്ങൾ 3-ാം മാസം ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സാബു ബ്രദറിൻ്റെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിരുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ സാബു ബ്രദറിനെ അവിടെ കാണുന്നത്. പലപ്പോഴും സാബു ബ്രദറിനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ
ഇത്രയും അധികം വ്യക്തികളും ഇത്രയധികം മക്കളും ആളെ പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന ക്യൂ തന്നെയാണ്. കാരണം നിങ്ങൾ ഏകദേശം ആ വചനത്തിന് ആ ദൈവശബ്ദത്തിന് പങ്കെടുത്തുള്ളവർക്ക് അറിയാം, അത്രയും നീണ്ട നിര തന്നെയായിരുന്നു. കാരണം 10,000 കൂടിയുള്ള ധ്യാന കേന്ദ്രമായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും സാബ് ബ്രദറിനെ കാണുവാൻ പോയി. 3-ാം മാസം സ്കാനിങ് ചെയ്ത് നേരെ ഞങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്കാണ് വന്നത്. അങ്ങനെ സാബ് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യ ഹസീന സാബ് ബ്രദറിനെ കടന്നു പിടിച്ചു, കൈമേ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഇത്രയും തിരക്കും തിരക്കുള്ള ബ്രദർ എല്ലാവരെയും കയ്യിൽ സെക്കൻഡുകൾ പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷം ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞ വഴിക്ക് ദൈവം ആ മകനിലൂടെ ഞങ്ങളിൽ ഇടപെട്ട രംഗം. കാരണം സാബ് ബ്രദർ പറഞ്ഞു, യാതൊരു കാരണവശാലും ആ കുഞ്ഞിനെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കാരണം ആ കുഞ്ഞ് ദൈവം സ്പർശിച്ചിട്ടുള്ളതാണ്, ആ കുഞ്ഞിന് സൗഖ്യം നൽകുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 3-ാം മാസം ഞങ്ങൾ ഇവിടെ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ ഏകദേശം 3 ധ്യാനത്തോളം സാബ് ബ്രദറിൻ്റെ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും വൺ ഡേ ചിറ്റടി എന്ന മുണ്ടക്കയം ചിറ്റടി എന്ന കൺവെൻഷനിൽ ഏകദേശം 4 പ്രാവശ്യം 4 ആഴ്ചകൾ ഞങ്ങൾ സംബന്ധിക്കും. കാരണം ഈ പ്രഹനരായിരിക്കുന്ന സമയത്ത്, ഇത്രയും റിസ്ക് ആയിട്ടുള്ള സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ സ്വന്തം വാഹനത്തിൽ, കാരണം അത്രയും റിസ്ക്കുള്ള യാത്രയാണ്. കാരണം തൃശ്ശൂരിന് ഏകദേശം ഈ കോട്ടയം മുണ്ടക്കയം വരെ എത്തുന്ന വഴി വളരെ ദുർഘടമായ പാതയാണ്. പക്ഷേ എന്തു തന്നെയായി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആ സാബു ബ്രദറിൻ്റെ ആ അനുഗ്രഹീത കരങ്ങളാൽ യേശുവിൻ്റെ കരസ്പർശനം ഏൽക്കാൻ ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ചിറ്റടിയിലും കളത്തിപ്പടി ഈ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലും വരികയും അഭിഷേകത്തിന് നിറവുകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ അത്രയും സജീവമായും ഞങ്ങളറിയാവുന്ന എല്ലാ വ്യക്തികളുടെ അടുത്തും ഞങ്ങൾ പ്രാർത്ഥന സഹായം പലപ്പോഴും ഞങ്ങളുടെ ഈ ഗ്രൂപ്പുകളിലും വിദേശത്തുള്ള എല്ലാ ഗ്രൂപ്പുകളിലും ഞങ്ങൾ പ്രാർത്ഥന സഹായം പറഞ്ഞു. അപ്പോഴും ലാസ്റ്റ് ഏകദേശം ഈ പ്രസവിക്കുന്നതിൻ്റെ ഏകദേശം 4 ദിവസം മുന്നേ ഞങ്ങൾ ഈ ചിറ്റടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാബ് ബ്രദറിനെ കണ്ടു. സാബ് ബ്രദർ പറഞ്ഞു, യാതൊരു കാരണവശാലും പേടിക്കേണ്ട, മകന് ഒന്നും സംഭവിക്കില്ല, അത്ഭുതകരമായ കൊച്ചിനെ തന്നെ നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരു വചനം ഓർമ്മ വരുമെന്ന്. ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരൊക്കെ വിശ്വസിക്കുന്നു ഈ വചനം? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനത്തിലൂടെ യാത്രയായി. അങ്ങനെ എൻ്റെ ഭാര്യ സിസേറിയനായിരുന്നു, പ്രസവിച്ചു. 10/5/2016 പ്രസവം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഒരു വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. വേറെ ഒന്നും തന്നെയല്ല, കുഞ്ഞിന് ബാക്കിയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നും ഇല്ല എങ്കിലും ഈ മകൻ്റെ കാലിൻ്റെ അരയുടെ കീഴ്പ്പെട്ട് ഫുള്ള് തളർന്നിരിക്കുന്ന അവസ്ഥ. കാരണം ഈ കാലിൻ്റെ മുട്ട് ബാക്കിലേക്കും കാൽപാദം ഫ്രണ്ടിലേക്കും, കാലിൽ വെറും മാംസപിണ്ഡം മാത്രം, വെറും എല്ല് ഇല്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. എൻ്റെ ഭാര്യ സിസേറിയൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ബോധം ശരിക്കും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ആ ഒരു കണ്ണ് തുറന്ന നിമിഷം എന്നോട് ചോദിച്ചു, നമ്മളുടെ മകനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് കുറവുകളുണ്ട്, എന്നാലും ദൈവം നമ്മൾക്ക് തന്നതിന് നന്ദി പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാര്യയും ദൈവത്തിന് സ്തുതിച്ചു. ഈ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്ര മക്കൾ ദൈവത്തിന് സ്തുതിക്കും അല്ലെങ്കിൽ പഴി പറയും? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് ദൈവം മഹത്വം തന്നെ ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. സിസേറിയൻ എടുത്ത ഡോക്ടർ ഒരു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, വളരെ നല്ലൊരു സുന്ദര മകൻ, പക്ഷേ ആ മകൻ്റെ കാല് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഞങ്ങളെ ഈ കുട്ടിയെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഡോക്ടർ അല്ലെങ്കിൽ ഈ നേഴ്സ് ഞങ്ങളുടെ അടുത്ത് വിളിച്ച് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ്. കാരണം വളരെ കണ്ണ് നനഞ്ഞിട്ടുള്ളൊരവസ്ഥ. അപ്പം ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഈ പ്രശ്നം ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം പലപ്പോഴും നിങ്ങൾക്കറിയാമായിരുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് ഈ അവസ്ഥ 3 മാസം തൊട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഈ കൊച്ചിനെ കണ്ടിട്ട് മറ്റുള്ള വ്യക്തികളോട് പറഞ്ഞിരിക്കുന്നതാണ്, ആ കൊച്ചിനെ ഭീകര ഒരു അവസ്ഥയാണ്, എന്തൊരു കൊച്ചിനെ വളരെ അപാകതകളും ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിലൊക്കെ ഇങ്ങനെ പരത്തിയിരിക്കുകയാണ്. കാരണം കൊച്ചിന് ഒരു വിചിത്ര ജീവിയാണ്, ആ കൊച്ചിന് എന്താ പറയുക, ഒരുപാട് കുറവുകളുണ്ട്, എന്തോ ഒരു അധികം നിൽക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് ആ കൊച്ചി പറഞ്ഞത്. വളരെ വേദനാജനകമായി. പക്ഷേ എന്ത് തന്നെ കഴിഞ്ഞാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ 4ാമത്തെ ദിവസം പ്രസവിച്ച് ഏകദേശം 1, 2, 3, 4ാമത്തെ ദിവസം ഈ സാബു ബ്രദർ വീണ്ടും ഞങ്ങളുടെ രക്ഷകനായി, ദൈവത്തിൻ്റെ ഒരു ആശ്രിതനായി ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ്. കാരണം അവിടെ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ, കാരണം അവിടെ കുഞ്ഞുങ്ങൾക്ക് കുറവുകളുള്ള കുഞ്ഞുങ്ങളെ ഏകദിന കൺവെൻഷന് വേണ്ടി സാബു ബ്രദർ അവിടെ കടന്നു വരികയാണ്. കാരണം ആളെ 1 മാസം മുന്നേ വരാൻ നിന്നിരുന്ന ആ വ്യക്തിയായിരുന്നു. പക്ഷേ
എന്തോ കാരണവശാൽ ആൾക്ക് ആ സമയത്ത് അവിടെ വരാൻ സാധിച്ചില്ല. അതിന് പകരം ഈ പറഞ്ഞ ഞങ്ങളുടെ മകൻ പ്രസവിച്ച് 4ാമത്തെ ദിവസം ഈ 1 ഡേ കൺവെൻഷൻ ഈ പറഞ്ഞ സ്ഥലത്ത് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ അങ്ങനെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സാബു ബ്രദർ, ആ ഗ്രൂപ്പിലെ മറ്റുള്ള ബ്രദർമാർ പറഞ്ഞു, ഇങ്ങനെ സാബു ബ്രദർ തൈക്കാട്ടുശ്ശേരി പള്ളിയിലുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 4 ദിവസമായുള്ള കൊച്ചിനെ, ഈ പിഞ്ചു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറവുകളുള്ള കുഞ്ഞിനെ, കാരണം ICUയിലായിരുന്നു കൊച്ചി, കാരണം ഇങ്ങനത്തെ കുറവുകളും പ്രശ്നങ്ങളായുള്ള കുഞ്ഞിനെ കൊണ്ടുവരാനുള്ളൊരവസ്ഥ ഭയങ്കര റിസ്ക്കാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഞാൻ ചാട്യം പിടിച്ചു, ഡോക്ടറോട് പറഞ്ഞു എന്ത് തന്നെയായി കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ബ്രദറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പ്രാർത്ഥനാ ഹാളിലേക്ക് ഞാൻ യാത്രയാകും, എന്ത് തന്നെയായി കഴിഞ്ഞാലും ഞാൻ കൊണ്ടുപോകുമെന്ന് ഞാൻ വാശി പിടിച്ചു. അങ്ങനെ ഭാര്യ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, ഞാനും എൻ്റെ വൈഫിൻ്റെ അമ്മച്ചിയും കൂടി ഈ പറഞ്ഞ തൈക്കാട്ടുശ്ശേരി പള്ളിയിലേക്ക് എത്തുകയാണ്. കാരണം വളരെ കുറച്ച് സമയങ്ങളോ, കാരണം ഒരു ദിവസത്തെ കൺവെൻഷനിൽ ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും അതൊക്കെ മാറ്റിവെച്ച് ബ്രദറും ആ ഗ്രൂപ്പിലെ അംഗങ്ങളും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി അവിടെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ. ഞങ്ങളോട് പറഞ്ഞു, ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നിങ്ങൾ അവിടെ വരിക, നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം, കാരണം അധികം സമയമൊന്നും ഇടില്ല, കാരണം കൊച്ചിന് കുറവുകളുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഈ ബ്രദറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഈ തൈക്കാട്ടുശ്ശേരി പള്ളിയിലേക്ക് ആളെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ, ഈ പറഞ്ഞ വചനം യഥാർത്ഥത്തിൽ അവിടെ നിറവേറുന്നൊരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞിനെ കാലിൻ്റെ മുട്ട് പിന്നിലേക്കുള്ള അവസ്ഥ, എല്ല് ഇല്ലാത്തൊരവസ്ഥ, വെറും മാംസപിണ്ഡമായിരിക്കുന്ന ഒരവസ്ഥ, കാലിൻ്റെ അടി ഫുള്ള് തളർന്നിട്ടുള്ള അവസ്ഥ കൊച്ച്. ഈ ബ്രദർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കാരണം അവിടെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ, കാരണം പ്രത്യേക ഒരു അനുഭൂതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ആ നിമിഷം സൗഖ്യപ്പെടുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കും ആ ഗ്രൂപ്പ് അംഗങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം അത്രയും അഭിഷേകമാണ് അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. കാരണം അങ്ങനത്തെ ഒരു പ്രാർത്ഥനയായിരുന്നു അവിടെ നടന്നിരുന്നത്. ഈ സദസ്സിൽ അല്ലെങ്കിൽ ആ സാബു ബ്രദർ പ്രാർത്ഥനയിൽ അവിടെ സംബന്ധിക്കുന്ന അവസ്ഥയിൽ ആ യേശു ആ കുഞ്ഞിനെ കാലിന് എല്ലുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ മുട്ടിൻ്റെ അവസ്ഥ, തളർന്ന അവസ്ഥ മാറ്റി ആരോഗ്യമായ കാലുകളിലും മറ്റുള്ള ആരോഗ്യമായ ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവിടെ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അവിടെ അത്ഭുതം തന്നെ പ്രകടിപ്പിക്കും. കാരണം ഞങ്ങളുടെ മകൻ്റെ അവസ്ഥ അത്രയും ഭീകരമായിട്ടുള്ള, അത്രയും പ്രശ്നങ്ങളും അത്രയും കുറവുള്ള കുഞ്ഞിനെ ഇത്രയും നല്ലൊരു കുഞ്ഞായി തന്ന് അനുഗ്രഹിച്ച് നല്ല ദൈവത്തിന് നന്ദിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും സമർപ്പിക്കും. പ്രത്യേകിച്ച് സാബു ബ്രദറിനോട് പറയാൻ വാക്കുകളില്ല, കാരണം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ആ മകനിലുണ്ടാകട്ടെ. പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങളോടെ ഞങ്ങൾ വിട പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞായിരിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലുകളല്ലേ കാലുകൾ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. കാലുകൾ കസ്തിലെ വെറും മാംസപിണ്ഡമാണെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കൊച്ചിനെ കാണിച്ചപ്പോൾ 2 കാലും ഈ ഭാഗത്തേക്ക് കിടക്കാറ്, 2 ബലമില്ലാത്ത അവസ്ഥയായിരുന്നു കാണുമ്പോൾ. പിന്നെ ബ്രദർ കണ്ട് പ്രാർത്ഥിച്ച ശേഷം 2 കാല് ഈ മുട്ടിൻ്റെ ചിരട്ട അതിൻ്റെ അടിയിലായിട്ടായിരുന്നു, ബാക്കിലായിട്ടുണ്ടായിരുന്നു കാലിന്. അതായത് ഈ കാലുകൾ രണ്ടും ഇങ്ങനെ തിരിഞ്ഞ് പുറകോട്ടായിരുന്നു 2 കാലുകൾ വരുന്നത്. തൈക്കാട്ടുശ്ശേരിയിൽ വണ്ടേ നടക്കുമ്പോൾ ഇവർ ഈ കുഞ്ഞിനെയായിട്ട്, ഈ അമ്മയും ഈ മോനോടാണ് ഈ കുഞ്ഞിനെയായിട്ട് വന്നത്. ഈ കാലുകളിൽ പിടിച്ച് ഒന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. തൽക്ഷണം ഈ കാലുകളെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ കർത്താവിൻ്റെ സ്പർശനമായിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമുള്ള അത്ഭുതകരമായ ദൈവശക്തിയാണ് ഈ കുഞ്ഞിനെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. സങ്കീർത്തനം 61:1-2 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഈ മക്കളെ വിശ്വാസത്തോടെ ഹൃദയം തകർന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു, മനസ്സ് തകർന്ന് വിളിച്ചു. മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി ആര് യേശുവിനെ വിളിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹൃദയം നുറങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അതുകൂടാതെ മറ്റൊരു അത്ഭുതം കൂടെയുണ്ട്. മോർണിംഗ് വന്നടാ, കുട്ടനിങ് വന്നേ. ഈ സഹോദരി ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ് ആൺകുട്ടിയായിരിക്കും, അവന് ക്രിസ്റ്റോ എന്ന് പേരിടണമെന്ന്.
മോൻ പറഞ്ഞായിരുന്നോ? 3 മാസമായപ്പോൾ അവൻ പറഞ്ഞു അമ്മയ്ക്ക് ആണുണ്ണിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പേരിടണം ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ക്രിസ്റ്റോ എന്ന് പേരിട്ടാൽ മതിയെന്ന്. അത് ഞാൻ ഇവനെ പ്രസവിക്കണേക്കാൾ മുന്നേ ഞാൻ പേരിടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റോന്ന്. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ പിന്നെ വേറെ പേരാക്കി ഇവന്. പിന്നെ അത് 5 കൊല്ലത്തിന് ശേഷം അവൻ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഉണ്ടോ? ഈ സഹോദരി ക്രിസ്റ്റോ എന്ന് പേരിടാൻ മനസ്സിലാഗ്രഹിച്ചു. ഈ മോൻ പറയുകയാണ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകൊച്ചാണ്, അതിന് ക്രിസ്റ്റോ എന്ന് പേരിടുന്നു ഇവൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ശരിക്കും ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ്. കർത്താവിന് നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. എത്രയോ പേരാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അല്ലേ? ദൈവത്തിൻ്റെ ദാനമായ ഈ മക്കൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ സ്കാനിങ്ങിലൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പല പല കുഴപ്പങ്ങളുണ്ടാവുന്നു. പക്ഷേ ആ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്ത് കളയുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് സാധിക്കും. ഒരു കുഞ്ഞിന് എന്ത് വൈകല്യമുണ്ടെങ്കിലും, മന്ദബുദ്ധിയാണ്, അല്ലെ നട്ടല് വളഞ്ഞതാണ്, അല്ലെ കാലുകൾ തിരിഞ്ഞതാണ്, ഏത് അവസ്ഥയിലുള്ള കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് ശക്തിയുണ്ട്. കാരണം യേശു ദൈവമാണ്, അവിടുന്ന് കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, യേശുക്രിസ്തുവിന് സാധിക്കും. അതുകൊണ്ട് ഗർഭിണികൾ ചിന്തിക്കുക, ഭർത്താക്കന്മാർ ചിന്തിക്കുക. സ്കാനിംഗ് റിപ്പോർട്ട് പ്രകാരം ഡോക്ടർമാർ പറയുന്നത് മുഴുവൻ വിഴുങ്ങാൻ വരട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുഞ്ഞ് അത്ഭുത ശക്തിയാൽ കർത്താവിൻ്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രിസ്റ്റോ എന്ന ഈ കുഞ്ഞ്. കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. സങ്കീർത്തനം 127 3-4 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. കരമെഴുത്തി പിടിച്ചു പറഞ്ഞേ, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ഓരോ കുഞ്ഞും, വൈകല്യമുള്ള കുഞ്ഞാണെങ്കിലും മിടുക്കരായ കുഞ്ഞുങ്ങളാണെങ്കിലും ദൈവമാണ് മക്കളെ ദാനമായിട്ട് നൽകുന്നത്. അബോർഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു കുഞ്ഞിന് എന്ത് വൈകല്യങ്ങൾ ഉണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാവരുത്. ഓരോ കുഞ്ഞിനെയും സ്പർശിച്ച് സൗഖ്യമാക്കുവാൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ കുഞ്ഞും. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി, ഗർഭിണികൾക്ക് വേണ്ടി, വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ കുടുംബത്തിന് വേണ്ടി, ഗർഭിണികൾ, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗർഭിണികളെയും സ്പർശിക്കണമേ. ഗർഭപാത്രത്തിൽ വൈകല്യങ്ങളുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്ന കുഞ്ഞുങ്ങളെ യേശുവെ ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ അങ്ങനെ സൗഖ്യമാക്കണമേ. മന്ദബുദ്ധികളാണെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ തൊടണമേ. ശാരീരികമായിട്ട് മറ്റ് വൈകല്യങ്ങളുണ്ട് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം യേശുവേ അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. ഗർഭപാത്രത്തിലെ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. സ്തുതിക്കട്ടെ. ഗർഭിണികൾ വയറെ കൈവച്ച് പ്രാർത്ഥിച്ചേ. ഗർഭസ്ഥ ശിശുക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. ഗർഭസ്ഥ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മക്കളില്ലാത്ത ദമ്പതികളെ അങ്ങ് സ്പർശിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, മക്കളില്ലാത്ത എല്ലാവരും ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മക്കൾ പിറക്കട്ടെ, വന്ധ്യത വിട്ടുമാറട്ടെ. യേശുവേ, ജനിച്ച കുഞ്ഞുങ്ങൾ, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ തൊടണമേ. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, നട്ടെല്ലിന് ബലമില്ലാത്ത കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. നടക്കാത്ത കുഞ്ഞുങ്ങളെ തൊടണമേ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. വൈകല്യങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിൻ്റെ അത്ഭുത സൗഖ്യ സ്പർശനമുണ്ടാവട്ടെ. ദൈവശക്തി നിറയട്ടെ. മുറിവേറ്റ കരം വയ്ക്കണമേ. യേശുവേ, തൊടണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി. കർത്താവേ, വലിയ കരുണയോടെ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. ഗർഭത്തിൽ വൈകല്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ. കാലുകൾക്ക് ബലമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ബലം നൽകണമേ. വലിയ തലയുള്ള കുഞ്ഞുങ്ങളെ, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളുടെ തലയെ സ്പർശിക്കണമേ. ഹാർട്ടിന് കുറവുകളുള്ള കുഞ്ഞുങ്ങളെ തൊടണമേ. ശ്വാസകോശത്തിന് കുറവുള്ള കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ. യേശുവേ, എല്ലാ കുഞ്ഞുങ്ങളോടും കരുണയായിരിക്കണമേ. അങ്ങനെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. യേശുവേ, നന്ദി. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. അങ്ങ് സൗഖ്യദായകനാണ്, അങ്ങ് കാരുണ്യവാനാണ്. കുഞ്ഞുങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന കരുണയുള്ള യേശുവേ, എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ തൊടണമേ, സൗഖ്യം നൽകണമേ. ദൈവമാതാവേ, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ മനോഹരമായ ഒരു സാക്ഷ്യം കണ്ടു. നമ്മുടെ ഹൃദയം നിറയെ ഇപ്പോൾ സന്തോഷം നിറഞ്ഞു തുളുമ്പുകയാണ്. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. പരിശുദ്ധാത്മാവേ, നന്ദി. പരിശുദ്ധാത്മാവേ, സ്തുതി. ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.